നമസ്കാരം. ആരെക്കുറിച്ചും എന്ത് വ്യാജ വാർത്തകളും എഴുതാം, എന്ത് കുത്തിത്തിരിപ്പും നടത്താം, എന്ത് നുണയും പറയാം, എന്ത് വർഗീയതയും പ്രചരിപ്പിക്കാം. അങ്ങനെ ബാർക്ക് റേറ്റിംഗ് ഉയർത്താം എന്ന് കണ്ടുപിടിച്ച മലയാളത്തിലെ ആദ്യത്തെ ചാനലാണ് 24 ന്യൂസ്. 24 ന്യൂസിലെ വ്യാജ വാർത്താ കളരിയിലെ മൂത്താശാൻ ശ്രീകണ്ഠൻ നായരും രണ്ടാമത്തെ ആശാൻ ഡോക്ടർ അരുൺകുമാറുമായിരുന്നു. മൂത്താശാനും ശിഷ്യനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് ശിഷ്യൻ റിപ്പോർട്ടർ ചാനൽ എന്ന മറ്റൊരു വ്യാജ ഫാക്ടറിയിലേക്ക് മാറി. അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ, കാട്ടിലെ മരം മുറിച്ച് മുതലാളിമാരായ കുറേ സഹോദരന്മാർ പ്രതിസന്ധിയിലായ റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാറിൽ നിന്നും ഏറ്റെടുക്കുമ്പോൾ അതിനെ നയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഡോക്ടർ അരുൺകുമാറിന്റെ മേൽ ചുമത്തപ്പെട്ടത്. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിക്കൊണ്ട് തട്ടിപ്പുകാരായ ഈ നവമുതലാളിമാർ മാധ്യമപ്രവർത്തനത്തിന്റെ അവശേഷിച്ചിരുന്ന അന്തസ്സു കൂടി ഇല്ലാതാക്കി. അവരൊരു അജണ്ട സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ ഏതു നുണക്കഥയും അവർ ഉണ്ടാക്കിയെടുക്കും. റിപ്പോർട്ടർ മുതലാളിമാരെ കുഴപ്പത്തിലാക്കിയ മുട്ടിൽ മരമുറി കേസിൽ അറസ്റ്റ് ചെയ്ത ബെന്നി എന്നു പേരുള്ള ഒരു ഡിവൈഎസ്പിയെ കുരുക്കാൻ വേണ്ടി ആ ഡിവൈഎസ്പിയും അയാളുടെ കീഴിലുള്ള CIയും അയാളുടെ മുകളിലുള്ള SP-യും ഒരു വീട്ടമ്മയെ മാറി മാറി ബലാത്സംഗം ചെയ്തു എന്ന കള്ളക്കഥയാണ് അവർ ഉണ്ടാക്കിയത്. അതിൻ്റെ ഗതി നമുക്കറിയാം. കോടതികൾക്ക് ആ കള്ളക്കഥ ബോധ്യമായി, അതൊരിടത്തും എത്താതെ പോയി. ഇത്തരത്തിൽ എന്തു നുണക്കഥകളും പറഞ്ഞ് ജനങ്ങളുടെ ജിജ്ഞാസയെ, വികാരത്തെ മുതലെടുത്തുകൊണ്ട് അവർ ബാർക്ക് റേറ്റിംഗിന് മുമ്പിലെത്തി. അവരുടെ ലക്ഷ്യം എങ്ങനെയും ഏഷ്യാനെറ്റിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു. ഒരു പരിധിവരെ 24 ലക്ഷ്യത്തിനടുത്തെത്തിയിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ റിപ്പോർട്ടർ കൂടി കളത്തിലിറങ്ങിയതോടെ അപ്രതീക്ഷിതമായി മത്സരം റിപ്പോർട്ടറും 24ഉം തമ്മിലായി. അങ്ങനെ ശിഷ്യന്റെ ചാനലായ റിപ്പോർട്ടർ ആശാന്റെ ചാനലായ 24ന്റെ മുകളിൽ കയറി. ഈ രണ്ടുപേർ തമ്മിൽ വ്യാജ വാർത്തകൾക്ക് വേണ്ടിയുള്ള മത്സരം മുറുകിയതോടെ ഏഷ്യാനെറ്റ് ഒരാഴ്ച മാത്രം നഷ്ടപ്പെട്ട അവരുടെ 1ാം സ്ഥാനം നിലനിർത്തി. ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ 1ാം സ്ഥാനത്തിന് ഭീഷണിയേയില്ല. റിപ്പോർട്ടറും 24ഉം വ്യാജ വാർത്തയിൽ റെക്കോർഡിട്ടുകൊണ്ട് 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു. റിപ്പോർട്ടറാണ് മുമ്പിൽ നിൽക്കുന്നത്. കാരണം സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ റിപ്പോർട്ടർ ചാനൽക്കുണ്ട്. CPM നേതാക്കൾ മുഴുവൻ പറയുന്നത് അവരുടെ ചാനലാണ് ഏറ്റവും നല്ല ചാനൽ എന്ന്. മാത്രമല്ല, സർക്കാരിന് തെറി പറഞ്ഞു പോയ PV അൻവറിനെ രാഷ്ട്രീയ ശ്വാസം നൽകി നിർത്തുന്നത് റിപ്പോർട്ടർ ചാനലാണ്. അങ്ങനെ റിപ്പോർട്ടർ മുമ്പിൽ നിൽക്കുന്നെങ്കിലും കഠിനാധ്വാനിയായ ശ്രീകണ്ഠൻ നായർ വളരെ കഷ്ടപ്പെട്ടും യാതന അനുഭവിച്ചും പതിയെ ആ ചാനലിനെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗിൽ ഏതാണ്ട് 4 പോയിന്റ് വ്യത്യാസം മാത്രമാണ് റിപ്പോർട്ടറും 24ഉം തമ്മിലുള്ളത്. ഏതു നിമിഷവും റിപ്പോർട്ടറിനെ മറികടന്നുകൊണ്ട് 24 2ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള വിഷന്റെ ഫസ്റ്റ് ലാൻഡിംഗ് പേജ് റിപ്പോർട്ടർ എടുത്തതിന് തൊട്ട് പിന്നാലെ സെക്കൻഡ് ലാൻഡിംഗ് പേജ് 24 ന്യൂസ് കൂടി എടുത്തതോടെ നിർബന്ധിതരാകും ചിലരെങ്കിലും ആ ചാനലിലേക്ക് പോകാൻ. അങ്ങനെ റിപ്പോർട്ടർ ചാനലിന് വലിയൊരു ഭീഷണി ഉയർത്തിക്കൊണ്ട് ശ്രീകണ്ഠൻ നായരുടെ 24 ഉയർന്നു വരുന്നു. അതിനിടയിലാണ് റിപ്പോർട്ടർ ചാനലിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കേന്ദ്ര അന്വേഷണം വരുന്നത്. റിപ്പോർട്ടർ ചാനലിൻ്റെ കളങ്കിതരായ ഉടമകൾ അവർ ഈ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിയമപരമായി അവരങ്ങനെയല്ല. കാരണം റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളുടെ മേൽ നിരവധി കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ചാനൽ നടത്താനുള്ള അനുമതി കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളുടെ പേരിലാണ് ഈ കച്ചവടം നടക്കുന്നത്. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥാവകാശം നികേഷ് കുമാർ മാറ്റിക്കൊടുത്തിരിക്കുന്നത് ബന്ധുക്കളുടെ പേരില, ഈ മാനേജിംഗ് ഡയറക്ടറുടെ പേരിലല്ല. എന്നാൽ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ടറിന്റെ കളങ്കിത മുതലാളിമാർ രംഗത്തുള്ളൂ. ഇതൊരു നിയമപ്രശ്നമാണ്. ഇതൊരു ഷെൽ കമ്പനി മാതൃകയിലാണ് ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ വ്യാജ വാർത്താ ഫാക്ടറിയുടെ ഭാഗമായി ശോഭാ സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് രംഗത്ത് വന്നു. പിന്നീട് ഗോകുലം ഗോപാലിനോടുള്ള അടുപ്പത്തിന്റെ പുറത്താണെന്ന് ആരോപിക്കുന്ന തരത്തിൽ വീണ്ടും ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്ത് വരുന്നു. ശോഭയും കട്ടയ്ക്ക് നിന്നു, വാശിക്ക് രംഗത്ത് വന്നു. കേരളത്തിലെ 2 ചാനലുകൾക്കെതിരെ ആഞ്ഞടിച്ചു ശോഭാ സുരേന്ദ്രൻ, പ്രത്യേകിച്ച് റിപ്പോർട്ടർക്കെതിരെ. റിപ്പോർട്ടർ ചാനൽ കെട്ടി ഉയർത്തുന്ന നുണക്കഥകൾ പൊളിച്ചടുക്കും എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ മുതലാളിമാരുടെ തനി നിറം പുറത്തു കാട്ടി ശോഭാ സുരേന്ദ്രൻ നിറഞ്ഞാടുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പക വീട്ടുന്നതിന് വേണ്ടി പണ്ടേ ചർച്ച ചെയ്ത് അവസാനിച്ചു പോയ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്തിട്ട് ഡോക്ടർ അരുൺകുമാറും സംഘവും വീണ്ടും ശോഭയെ അപമാനിക്കാനെത്തി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും രജിസ്ട്രാർ ഓഫ് കമ്പനിക്കുമൊക്കെ ശോഭാ സുരേന്ദ്രൻ പരാതി കൊടുത്തത്. ഈ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. ഷെൽ കമ്പനിയായി സാമ്പത്തിക തിരിമറികൾ നടക്കുന്നുണ്ടോ എന്നതിൻ്റെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് ROCയും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയവും രംഗത്ത് വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ROC അയച്ച കത്തിൻ്റെ കോപ്പി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കത്തിൽ അവർ ഇങ്ങനെ പറയുന്നു: ആസ് പെർ ക്വറി നമ്പർ 1, ദിസ് ഓഫീസ് ഹാസ് റിസീവ്ഡ് എ കംപ്ലൈന്റ് വൈഡ് ഇമെയിൽ 7/11/2024 ഫ്രം ശ്രീമതി Shobha Surendran against the company Messrs. Reporter Broadcasting Company Private Limited and Messrs. Indo-Asian News Channel Private Limited. വിവരാവകാശ പ്രകാരം ROC കൊടുത്ത മറുപടിയാണ്. ആസ് പെർ ക്വറി നമ്പർ 2,
The matter is taken up with both the companies mentioned above. രണ്ട് കമ്പനിക്കെതിരെയും പരാതി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. Reply is received from the company Messrs. Reporter Broadcasting Company Private Limited and reply from company Messrs. Indo-Asian News Channel Private Limited is still awaited and reminders also sent to this regard. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ നിന്നും മറുപടി കിട്ടി. ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൽ നിന്ന് മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പീൽ ഇഫ് എനി സ്പേസ് റിപ്ലൈ. അപ്പം ഇതാണ് മറുപടി. രണ്ട് അന്വേഷണം നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എവിടം വരെയായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി രണ്ട് കമ്പനികൾക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു കമ്പനി, അതായത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന കമ്പനി മറുപടി നൽകിയിട്ടുണ്ട്. മറ്റേ മറുപടി കാത്തിരിക്കുന്നു. അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ്. ഈ ROCക്ക് പരാതി കൊടുത്താൽ നിയമവിരുദ്ധമായി എന്ത് ഇടപാട് നടത്തിയാലും അവർ ഗൗരവത്തോടെ എടുക്കും. ROCക്ക് കമ്പനിയുടെ രജിസ്ട്രേഷൻ പോലും റദ്ദാക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട്. റിപ്പോർട്ടർ ചാനൽ തന്നെ കൊട്ടേഷൻ കൊടുത്തു വെച്ചിരിക്കുന്ന ചില ടീമുകൾ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരം വ്യാജ പരാതികൾ കൊടുക്കാറുണ്ട്. ആ വ്യാജ പരാതികളൊക്കെ തള്ളിപ്പോവാറുമുണ്ട്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ തന്നെ നിയമവിരുദ്ധമായി ഷെൽ കമ്പനിയായി പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായമാണെന്നും റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളാണ്, മാനേജിംഗ് ഡയറക്ടറാണ് എന്ന് അവകാശപ്പെടുന്നത് നിയമവിരുദ്ധമാണെന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതേക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ശോഭ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ, വാശിക്കിറങ്ങിയാൽ ആർക്കും രക്ഷയില്ല എന്നതിന് തെളിവായി മാറുന്നു. ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഈ സമയത്താണ് ശോഭ റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള പോരാട്ടം കടുപ്പിച്ചുകൊണ്ട് രംഗത്തുള്ളത്.